ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് മുന്നോട്ടേക്ക് കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പേര് ആതിര എന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചിക്കൻ എടുക്കുക. മെയിൻ സാധനം ചിക്കനാണ്. പിന്നെ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, തക്കാളി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് തിരുമ്മിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കുറയ്ക്കാം. അതായത് എരിവ് കൂടുതലാണെന്ന് തോന്നുന്നവർക്ക് കുരുമുളകിൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ. അപ്പം മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇതാ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പൊടികൾ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതാ ഇവിടെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻസ് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കുക. അതായത് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പം ഞാൻ ചെറിയ തീയിൽ ഇതാ ഈ ഒരു പൊടികളൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ, ഒരു ലൈറ്റ്, അതായത് ഒരു ഡാർക്കും അല്ല ലൈറ്റും അല്ല, അങ്ങനത്തെ രീതിയിലൊരു ബ്രൗൺ കളർ ആകുന്ന വരെ ഞാനിതാ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരെ ആ മാരിനേറ്റ് ചെയ്ത് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഞാൻ റോസ്റ്റ് തയ്യാറാക്കാനുള്ള ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഐ ആം റിയലി സോറി. ഫസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കറിവേപ്പില, പിന്നെ പച്ചമുളക്, ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചെറിയ തീയിൽ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. അപ്പം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ ഉള്ളിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നീളത്തിലാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ തക്കാളി ആഡ് ചെയ്ത് നന്നായിട്ട് അതും ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതൊന്ന് തക്കാളി അതിലേക്ക് ഉടഞ്ഞ് ചേരണം കേട്ടോ. ആ രീതിയിൽ വേണം നമ്മൾ സോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് അതിലേക്ക് ചേർന്നിരിക്കുന്നുണ്ട്, നന്നായിട്ട് മിക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഞാനൊരു വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഇത്തിരി മാത്രം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ റോസ്റ്റ് കേട്ടോ, നമ്മളെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നുകൂടി മൂടി വെക്കും, പിന്നെ ഇളക്കി കൊടുത്ത് പിന്നെയും മൂടി വെച്ച്, അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ അതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ചിക്കൻ റെഡിയായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇത് നമ്മളെ ചക്കപ്പുഴുക്ക്, ഇതിനോടൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ പത്തിരിക്കും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക.
അപ്പോൾ ഞങ്ങൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് നല്ല ചക്കപ്പുഴുക്കിൻ്റെ കൂടെയാണ് കേട്ടോ കൂട്ടുന്നത്. അടിപൊളി ചക്കപ്പുഴുക്കും ഉണ്ട്, അതിൻ്റെ കൂടെ ഇതാ ഈ ഒരു ചിക്കൻ റോസ്റ്റുമാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു ചക്കയും ചിക്കൻ റോസ്റ്റും കൂടി ഞാനിത് മൂത്തമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാൻ പോവാം കേട്ടോ. ആദ്യം മൂത്തമ്മയ്ക്ക് കൊടുക്കട്ടെ വിചാരിച്ച് മൂത്തമ്മയ്ക്ക് കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ഇതാ മൂത്തമ്മ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം മൂത്തമ്മേൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം മൂത്തമ്മ അവിടെ ടേസ്റ്റ് ചെയ്യാണ്. മൂത്തമ്മ പിന്നെ എന്തൊക്കെ ടേസ്റ്റ് ചെയ്താലും മുഖഭാവം ഒന്നും ഉണ്ടാവില്ല കേട്ടോ, അതങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക് യു.